ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓണവിഭവങ്ങൾ ഇപ്പോൾ ഒരുവിധമൊക്കെ കണ്ടു അല്ലേ. ഇനി നമുക്ക് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് ചെയ്യാമെന്ന് അമ്മ കാണിച്ചു തരും. അപ്പോൾ എല്ലാവരും മുഴുവനും കാണണേ. പഴം 3 അരയ്ക്കാം, പിന്നെ പപ്പടം 3 കുതിർത്തിയത് രണ്ടും കൂടി ഇട്ടിട്ട് അരയ്ക്കുക. അഞ്ച് കയ്യില് വറുത്തപ്പൊടി, ആട്ടമാവ് 2 കയ്യിലിട്ടുണ്ട്, 1 കയ്യിൽ മൈദാമാവ് ഇതിലേക്ക് ഒഴിക്കുന്നു. 1/2 കിലോ ശർക്കര പാവാക്കിയത്, ഇതിൽ എന്തൊക്കെയാണ് ചേർക്കണമെന്നുള്ളത് ഞാൻ ആദ്യം ഒന്നുകൂടി പറയാം. പച്ചരി വറുത്ത് പൊടിച്ചത് 1/4 കിലോ, 4 ടേബിൾ സ്പൂൺ മൈദാമാവ്, 4 സ്പൂണ് ഗോതമ്പ് മാവും ചേർത്ത് ശർക്കരപ്പാവിൽ. ഇനി ഇതിലേക്ക് ഏലക്കയും പിന്നെ കൊട്ടത്തേങ്ങ അരിഞ്ഞിട്ട് നെയ്യിൽ വറുത്തതും ചേർക്കണം. അത് ഉണ്ടാക്കണം നേരത്തെ ചേർക്കുള്ളൂ. പിടിക്കാതെയും കട്ട പിടിക്കാതെയൊക്കെ ചെയ്യണം, ഇത്രയും ലൂസ്. ഇനി അതൊരു മണിക്കൂർ ഇരിക്കട്ടെ. എന്നിട്ട് ഉണ്ടാക്കണ നേരത്താണ് മറ്റുള്ള സാധനങ്ങളൊക്കെ ചേർക്കുക. അതായത് കൊട്ടത്തേങ്ങ അരിഞ്ഞ് നെയ്യിൽ വറുത്തതും ഏലക്കാപ്പൊടി, ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, കൊട്ടത്തേങ്ങ അരിഞ്ഞ് നെയ്യിൽ വറുത്തതും ലാസ്റ്റ് ചേർക്കുക. എന്നിട്ട് ഇനി ഉണ്ടാക്കി തുടങ്ങാം. നന്നായി ഇതിൽ ഇളക്കി ചേർത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ പരുവം. 1 മണിക്കൂർ കലക്കി വെച്ചതിന് ശേഷം കൊട്ടത്തേങ്ങയും ഏലക്കയും ചേർത്തു. ഇനി ഉണ്ടാക്കി തുടങ്ങാം. ഉണ്ണിയപ്പത്തട്ട് ചൂടായതിന് ശേഷം കുറേശ്ശെ നെയ്യ് അതിലിങ്ങനെ ഇട്ടിച്ചു കൊടുത്താൽ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് വരും. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കലക്കിയ മാവ് ഒഴിക്കാനുള്ള ചൂട് ആയി. ഞാൻ ഒഴിക്കാൻ പോവാ. ഒഴിക്കണേക്കാളും മുന്നേ തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം, എന്നാലാണ് ഉള്ളു വേവുള്ളൂ. ഓരോ ഭാഗം തിരിച്ചു മറിച്ചു ഇട്ട് വേവിക്കണം. പാകമായി. ഇനി എടുക്കണം. അങ്ങനെ ബാക്കിയുള്ള മാവും നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഉണ്ണിയപ്പം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കഴിക്കുമ്പം നല്ല മധുരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പിന്നെ കാണാം.